വിവരവും സംസ്കാരവും ഒക്കെ ഉണ്ട്. വിവരവും വിദ്യാഭ്യാസവും എന്നൊക്കെ പറയുന്നത് രണ്ടും രണ്ട് അതിർവരമ്പുകളാണ്, അല്ലെ രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ്. അതെപ്പോൾ ഒരുമിച്ച് വരുന്നുവോ അപ്പോൾ മാത്രമേ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും മെച്യൂരിറ്റി ആയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി മെച്യൂർഡ് ആയിട്ടില്ല. അയാൾ ഇപ്പോഴും ജാതിയുടെ അതിർവരമ്പുകൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ എന്തോ വലിയൊരു പ്രസ്ഥാനമാണെന്ന് പറയാൻ വേണ്ടിയിട്ടും എന്തോ വലിയൊരു പ്രസ്ഥാനമാണെന്ന് സ്വയമേ പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കാണുന്നത്. പണ്ട് നമ്മൾ പഠിച്ച സമയത്ത് പലരും കേട്ടിട്ടുണ്ടാവും, അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ്, മിഡിൽ കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിൽ ആ ഒരു ശ്രേണിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്രാഹ്മണരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായിട്ടാണ്? ബ്രഹ്മാവിൻ്റെ നെഞ്ച്, അല്ലെ ബ്രഹ്മാവിൻ്റെ കൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിലായിരുന്നു പടങ്ങളിൽ വരച്ച് കാണിച്ച് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഏറ്റവും ലോവർ കാസ്റ്റിൽ വരുന്ന ആളുകൾ എവിടെയാണ്? അതായത് ബ്രഹ്മാവിൻ്റെ പാദത്തിലായിരിക്കും. അവരെപ്പോഴും പാദസേവ ചെയ്യുന്ന അതുപോലെയുള്ള ആളുകളായിരിക്കണം. അങ്ങനെയായിരുന്നു നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ അതായത് ഉയർന്ന കാസ്റ്റിലുള്ള ആളുകൾ ബ്രഹ്മാവിൻ്റെ ഏറ്റവും അടുത്ത്, അതായത് ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളായി